നമസ്കാരം സുഹൃത്തുക്കളെ, വേറൊരു വീഡിയോ ചെയ്യാനിരുന്നതാണ് ഞാൻ. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് PM-ശ്രീ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് എൻ്റെ മകൻ പഠിക്കുന്ന PM-ശ്രീ പദ്ധതി നടപ്പാക്കിയ ഒരു സ്കൂളിൽ ആയതുകൊണ്ടും അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു കഴിഞ്ഞ സർക്കാർ തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കതിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അത്ര വില കുറച്ച് കാണേണ്ടതോ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന് എന്തിനാണ് ഇത്ര വിഷമം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നതുകൊണ്ട് മാത്രം കുട്ടികൾക്ക് പ്രയോജനപ്രദമായ ഒരു പദ്ധതി അത് എന്തുകൊണ്ടാണ് അതിനു വേണ്ടിയിട്ട് വേണ്ടെന്ന് വെക്കുന്നതോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതെന്നോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഉടനെ തന്നെ ശിവൻകുട്ടി വന്ന് പറയുന്നു അങ്ങനെ ഒരു പദ്ധതിയിൽ ഒപ്പിട്ടിട്ടില്ല, ആദ്യം ഒപ്പിട്ടു പിന്നെ നിരസിച്ചുകൊണ്ടുള്ള 2 ലെറ്ററുകൾ മാത്രമേ ഇവിടുന്ന് പോയിട്ടുള്ളൂ, അങ്ങനെ ഒരു പദ്ധതി മേടിച്ചിട്ടില്ല, അതിൻ്റെ പൈസ മേടിച്ചത് അതൊന്നും അല്ല എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടുള്ള ഏറ്റവും വലിയ അവഹേളനമാണിതെന്നാണ് എനിക്കത് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വർഷം തൊട്ടേ ഈ പദ്ധതി നടപ്പാക്കിയ സ്കൂളിലാണ് എൻ്റെ മകൻ പഠിക്കുന്നത്. അതായത് കേന്ദ്രീയ വിദ്യാലയത്തിലും നവോദയ വിദ്യാലയങ്ങളും ഒക്കെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ ഗുണഗണങ്ങൾ അവിടുത്തെ കുട്ടികൾ അനുഭവിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത്. എന്നോട് തർക്കിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തവരോ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു നവോദയ സ്കൂളിലോ കേന്ദ്രീയ വിദ്യാലയത്തിലോ ചെന്ന് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ടീച്ചർമാരോടോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞതിന് ശേഷം ചീത്ത വിളിക്കാനും ചാണകമൊന്നും സംഖ്യയൊന്നും ഒക്കെ വിളിക്കാൻ വരുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എൻ്റെ മകൻ പഠിക്കുന്ന 2 മക്കളും പഠിപ്പിച്ചത് നവോദയ വിദ്യാലയത്തിലാണ്. രണ്ടാമത്തെ മോൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നവോദയ വിദ്യാലയത്തിലാണ്. അവർക്ക് കഴിഞ്ഞ വർഷമേ ഈ പദ്ധതി നടപ്പാക്കിയതാണ്. അതുകൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ, ഓരോ വർഷവും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, സ്കൂളിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക്, കുട്ടികൾക്ക് കിട്ടുന്ന കാര്യങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അവരിപ്പോൾ 4 പേരെ കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ. പക്ഷേ അതിനകത്ത് എന്തുകൊണ്ടാണ് VT ബലറാമിനെ ഉൾപ്പെടുത്താഞ്ഞതെന്നും എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഇത്രയും വിദ്യാഭ്യാസം, VT ബലറാമിൻ്റെ അത്രയും വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരു MLA, സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കേണ്ടതാണ്, വിദ്യാഭ്യാസ മന്ത്രിയാക്കാനൊക്കെ യോഗ്യതയുള്ള ഒരാളായിരുന്നു VT ബലറാം. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാറ്റി നിർത്തിയെന്ന് എനിക്കറിയില്ല. അത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു MLA ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ഒരു ലിസ്റ്റിൽ പെടുത്താഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം അത്രയ്ക്ക് അറിവുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. മറ്റുള്ളവർക്ക് അത് ഇല്ല എന്നല്ല, പക്ഷേ അങ്ങനെ ഒരാളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളെ, പിന്നെ അതിൻ്റെ സിലബസ് തീരുമാനിക്കുന്ന ഒന്നും കേന്ദ്ര ഗവൺമെൻറ്റില്ല. പക്ഷേ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതായത് ഏത് സ്കൂളിലൊക്കെ കൊടുക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞ ഒരു കാര്യം, അത് പക്ഷേ ഒരു ആശങ്കാജനകമാണ്. കാരണം പൂർണ്ണമായും, അതായത് എയ്ഡഡ് സ്കൂളുകൾ, അതായത് പ്രൈവറ്റ് സ്കൂളുകളുണ്ടല്ലോ, എയ്ഡഡ് സ്കൂളുകളുണ്ടല്ലോ, നമ്മുടെ മറ്റേ ഓരോരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഈ ക്രിസ്ത്യൻ അല്ലെ ഹിന്ദു മുസ്ലിം മാനേജ്മെൻറ്റുകളിൽ എയ്ഡഡ് സ്കൂളുണ്ടല്ലോ, അങ്ങനെയുള്ള സ്കൂളുകളിലല്ല, നേരിട്ട് ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലോ, നമ്മൾ കേരള സർക്കാർ നേരിട്ട് നടത്തുന്ന ഗവൺമെൻറ് സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകളല്ലാത്ത ഗവൺമെൻറ് സ്കൂളുകളുണ്ടല്ലോ, പറഞ്ഞാൽ മനസ്സിലായി കാണുമല്ലോ അല്ലേ? സാധാരണ ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഗവൺമെൻറ് സ്കൂളുകൾ, അതായത് എയ്ഡഡ് സ്കൂളുകളല്ല. അതായത് ഏതെങ്കിലും ഒരു മാനേജ്മെൻറ്റ് കീഴിലുള്ള സ്കൂളുകളിലെ ശമ്പളം ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളുകളല്ല, കൃത്യമായി നമ്മുടെ സർക്കാരിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് മാത്രമാണ് ഈ ഫണ്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഈ സ്വന്തമായിട്ട് തീരുമാനിക്കൂ എന്നൊന്ന് പറയുമ്പോൾ എയ്ഡഡ് സ്കൂളുകളിലേക്ക് ഈ ഫണ്ട് തിരിച്ചുവിടാനുള്ള സാധ്യതയുണ്ടോ എന്നൊരു ആശങ്ക എനിക്കതിനകത്തുണ്ട്. കാരണം ഒരിക്കലും അങ്ങനെയുള്ള സ്കൂളുകൾക്കല്ല, ഇത് നമ്മുടെ കേരളത്തിൻ്റെ നേരിട്ടുള്ള നടപടിയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്കൂളുകൾക്ക് ആണ് ഈ പദ്ധതി കൊണ്ടുള്ള ഗുണം ലഭിക്കേണ്ടത്. അങ്ങനെയുള്ള കുട്ടികൾക്കാണ് പലയിടത്തും കെട്ടിടങ്ങൾ താഴെ വീഴാറായതും ഒക്കെ നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള സ്കൂളുകളിലേക്ക്, ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന സ്കൂളുകളിലേക്കാണ് ഈ പദ്ധതി എത്തിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം എന്തിനാണ് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകൾ ഇതിനകത്ത് ഉള്ളതുപോലെ തന്നെ ഒരു കാരണവശാലും കുട്ടികളുടെ ഭാവി അല്ലെ കുട്ടികൾക്ക് നന്മ വരുന്ന ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇടതട നിൽക്കരുതെന്ന് ഈ ശിവൻകുട്ടിയോടും VD സതീശനോടും എനിക്ക് പറയാൻ അഭ്യർത്ഥിക്കുകയാണുള്ളത്. കാരണം അതിൻ്റെ ഗുണഫലം അനുഭവിച്ച ഒരാളെന്ന നിലയിലാണ് ഈ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിലും ഇപ്പോൾ ചീത്ത വിളിക്കാൻ വരുന്നവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക, ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്നൊക്കെ അറിയാവുന്നവരോടൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വെറുതെ വായിട്ടലയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഏതാണെന്നൊക്കെ പറഞ്ഞാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കുക. അതായത് BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്, അതുകൊണ്ട് ഇതൊന്നും ഇവിടെ പറ്റില്ല, അതൊക്കെ നമുക്ക് മോശമായ കാര്യങ്ങളാണെന്ന് ചിന്തിക്കുന്നിടത്താണ് അവിടെ പ്രശ്നം വരുന്നത്. അങ്ങനെ ചിന്തിക്കാതെ അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു നല്ല കാര്യം എന്തിനു വേണ്ടെന്ന് വെക്കുന്നു. ഇതിനു മുമ്പ് ഈ ശിവൻകുട്ടി നടത്തിയൊരു
ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നത് കേട്ടത്, ഞങ്ങൾ ഒപ്പിട്ടത് എങ്ങനെയെങ്കിലും പൈസ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പൈസ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്നത്തിന് വേണമെങ്കിലും ചിലവാക്കാമല്ലോ എന്ന് പറഞ്ഞ മന്ത്രിയാണ് ശ്രീ ശിവൻകുട്ടി. അത് മറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരിക്കലും അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞ് മേടിക്കേണ്ട പണമല്ലത്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പണമാണ്. അത് അവർ പറയുന്ന രീതിയിൽ തന്നെ ചിലവാക്കിയാൽ ആ സ്കൂളിനുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടറിയാവുന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കാതെയാണ് ഒരുമാതിരി വിഡ്ഢിതം എന്ന് പറയുന്നു ഇപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കരുതെന്നാണ് എനിക്ക് ശിവൻകുട്ടിയോടും നമ്മുടെ മുഖ്യമന്ത്രിയോടും ഈ 4 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, വിഷ്ണുനാഥിനെയും ലിജുവിനെയും ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അവരോടും എനിക്ക് പറയണം. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ ബൽറാമിനെ ബൽറാമിനെയും കൂടി ഉൾപ്പെടുത്തേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഇഷ്ടപ്പെട്ടെങ്കിൽ രേഖപ്പെടുത്തുക, ഇല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. നന്ദി.